തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നേമത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പണമൊഴുക്കുകയാണ്. അത് പ്രചരണ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും കണ്ടാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്റെ ഇലക്ഷൻ ഏജന്റ് പരാതി നൽകും. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടാമെന്നുള്ള മട്ടിലാണ് ബി.ജെ.പിയുടെ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കാൻ കഴിയുന്നത് അദാനിക്ക് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പ്രയാസമായിരിക്കും. ഈ മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വീട് വെച്ചു കൊടുക്കുവാനും അവരെ സഹായിക്കാനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് 230 വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 100 കോൺഗ്രസും 100 രാഹുൽ ഗാന്ധിയും 30 യൂത്ത് കോൺഗ്രസ്, അങ്ങനെ 230 വീടുകളാണ് വച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. ഇത്രയും കേരളത്തെ രാജ്യത്തെയും ഞെട്ടിപ്പിച്ച ദുരന്തത്തിൽ പോലും ആ ദുരന്തത്തെ മറികടക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് അതിൽ പോലും തിരിമറി നടത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. 5.80 കോടി രൂപയാണ് പിരിച്ചെടുത്തെന്ന് അവർ പ്രഖ്യാപിക്കുന്നത്. എത്ര കോടിയെന്ന് ഇനി അറിയില്ല. സ്ഥലം വാങ്ങി ആ സ്ഥലത്താണെങ്കിൽ 30 വീടുകൾ തന്നെ വയ്ക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അത് വന്യമൃഗങ്ങൾ ഏത് നിമിഷം വേണം ഇറങ്ങി ശല്യം ചെയ്യുന്ന സ്ഥലത്താണ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് വെക്കേണ്ട 100 വീട്, രാഹുൽ വെക്കേണ്ട 100 വീട്, 30 വീട് യൂത്ത് കോൺഗ്രസ് വെക്കേണ്ടത്, അങ്ങനെ 230. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് മറിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് ഇതൊന്നൊരു വാർത്തയല്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തികൾ തമ്മിലുള്ള ഡീലിങ്സ് അല്ല. ഇതൊരു സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു കള്ളത്തരമാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് നടപടി എടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഈ തിരിമറിയെ സംബന്ധിച്ചിടത്തോളം, കബളിപ്പിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.